ഏറ്റവും കൂടുതൽ കേട്ട് ശീലമുള്ള ഇരട്ടപ്പേര് ചുരുളമ്മ. വേറെ നല്ല പേരൊന്നും കിട്ടിയില്ലേ? പിന്നെ കെർലി പെർലി, എന്തുള്ള പേരാണ്. പിന്നെ സുന്ദരി, ബ്യൂട്ടി, ഗോർജിയസ് എന്നൊക്കെ എല്ലാരും എന്നെ വിളിക്കാറുണ്ട്. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. കടം മേടിച്ചിട്ട് ഇപ്പോഴും തിരിച്ചു തരാത്ത ആരാണ്? ഓ സത്യം പറയല്ല, എന്റെ അനിയത്തി. അവൾ ഇന്നലെ എന്റെ 500 രൂപ വാങ്ങിച്ചു, അത് തിരിച്ചു ചോദിക്കണം എന്നാണ്. മനുഷ്യൻ ഇത്ര ആക്രാന്തം പാടില്ല. കണ്ടതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട മലയാളം മൂവി. അയ്യോ അങ്ങനെ പറയരുത്. അങ്ങനെ പറയും. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതാൻ പറ്റുന്നത്? എനിക്ക് എല്ലാ സിനിമകളും ഇഷ്ടമാണ്. എനിക്ക് ഒരു മാർക്ക് പോയാലും കുഴപ്പമില്ല. മലയാള സിനിമയിൽ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളിൽ അത് ഞാൻ ചെയ്തിരുന്നെങ്കിൽ പൊളിച്ചേനെ എന്ന് തോന്നിയ കഥാപാത്രം റിയൽ ലൈഫിൽ ഞാൻ ഡാഡിയുടെ അടുത്ത് എന്നെ വിടമാട്ടെ, എന്നെ എങ്കിലും പോക വിടമാട്ടെ എന്നൊക്കെ ഞാൻ ചെറുപ്പത്തിൽ ചോദിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക ജീവിതമല്ലേ. മോസ്റ്റ് വിയർഡ് ആയി തോന്നിയ പ്രണയാഭ്യർത്ഥന ഞാൻ ശ്രീനിജിനെ പ്രപ്പോസ് ചെയ്യുന്ന ആ സാധനം കണ്ടാൽ മതി. അതാണ് ഏറ്റവും വിയർഡസ്റ്റ് പ്രപ്പോസൽ ഇൻ ദ വേൾഡ്. The one who has the most irritating character in the sets of Who. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വേറെ ആർക്കും കൊടുക്കരുത്. ബിക്കോസ് അവരൊക്കെ എന്റെ പേര് മാത്രം പറയും. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയും. എനിക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയ അജയനാണ്. ബിക്കോസ് ഒരു പെർഫെക്ഷന് വേണ്ടി ഒരു ഷോട്ട് ഇങ്ങനെ എടുത്ത് നമ്മളെ ആക്ടേഴ്സിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്ന ഒരു ഡയറക്ടർ. എന്റെ പടത്തിൽ ചാൻസ് ചോദിച്ചോണ്ടല്ലോ. തേച്ചിട്ടുണ്ടോ? ആരെ തേച്ചിട്ടുണ്ട്? എന്റെ അച്ഛന്റെ ഷർട്ടിനെ. സമൂഹത്തിൽ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലായിരുന്നെങ്കിൽ പരസ്യമായി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റി. മൈക്ക് ഓഫ് ചെയ്യോ? എനിക്ക് പറയണം. ചെറുപ്രായമല്ലേ, അതൊക്കെ കാണും. മിനിമം ഒരു 120 ഓടിക്കാനുള്ള അധികാരം തരൂ. എന്തിനാണ് 80? അവസാനമായി ചെപ്പക്കുട്ടിക്ക് ഒന്ന് കൊടുക്കാൻ തോന്നിയത് ആർക്ക്? ഞാനൊന്നങ്ങോട്ട് തന്നാലോ? സത്യം പറയാലോ, എനിക്കത് ഭയങ്കരമായിട്ട് തോന്നിയായിരുന്നു. പക്ഷെ അയാളെ എനിക്ക് ഒരിക്കലും അടിക്കാനേ പറ്റാറില്ല. ബിക്കോസ് അയാളെ ഞാൻ കാണുന്നത് കണ്ണാടിയിലാണ്. എനിക്ക് ഫുൾ മാർക്ക് തന്നോളൂ, ഗിഫ്റ്റ് തന്നോളൂ, എല്ലാം കഴിഞ്ഞു.